വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ 8ാം ദിവസം കണ്ടെത്തി. ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്താനായത്. വാണിയംകുളം പനയൂർ സ്വദേശികളായ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ 7 ദിവസമായി കാണാതിരുന്നത്. വാണിയംകുളം പനയൂർ സ്വദേശികളായ 68-കാരൻ ബാബു ഭാസ്കർ, 65-കാരിയായ ഭാര്യ രമാദേവി, മകൻ 32-കാരൻ വിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ 7 ദിവസമായി കാണാതിരുന്നത്. ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്താനായത്. ഈ മാസം 9-ന് പുലർച്ചെ വാണിയംകുളം പനയൂരിലെ വീട്ടിൽ നിന്നും സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ യാത്ര തുടങ്ങിയ കുടുംബം ചെർപ്പുളശ്ശേരി വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചതായി പോലീസിന്റെ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മൂവരുടെയും മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നത് പോലീസിന്റെ അന്വേഷണത്തെ വലച്ചു. ഒടുവിൽ CCTV ക്യാമറകൾ മാത്രമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഏകമാർഗം. നാടുകാണി ചുരം വഴി ഇവർ സഞ്ചരിച്ച വാഹനം കർണാടക ബോർഡർ കടന്നതായും മണിക്കൂറുകൾക്ക് ശേഷം അതേ വാഹനം തിരികെ വന്നതായും പോലീസ് കണ്ടെത്തി. വാഹനത്തിലുണ്ടായിരുന്ന അച്ഛനെയും അമ്മയെയും ചാമരാജനഗറിലെ വാടക വീട്ടിൽ സുരക്ഷിതരാക്കിയ വിഷ്ണു വാഹനം നാടുകാണി ചുരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വാഹനത്തിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യതയുള്ള ധനമിടപാട് സ്ഥാപനം വാഹനം ഏറ്റെടുത്തോട്ടെ എന്ന ലക്ഷ്യത്തിലാണ് റോഡിൽ ഉപേക്ഷിച്ചത്. അന്ന് രാത്രി വിഷ്ണു വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങി. ഉപേക്ഷിച്ച സ്ഥലത്തുനിന്നും പിറ്റേ ദിവസം രാവിലെ ബസ്സിൽ വാടക വീട്ടിലെത്തുകയായിരുന്നു. ഷൊർണൂർ പോലീസ് പ്രത്യേകമായി 2 അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ച് പഴുതടച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. 300ഓളം CCTV ക്യാമറകളാണ് ഇവർക്ക് വേണ്ടി പോലീസ് പരിശോധിച്ചത്. കേരളത്തിലെയും കർണാടകയിലെയും ഉൾപ്പെടെ പല ആരാധനാലയങ്ങളിലും ലോഡ്ജുകളിലും പോലീസ് അന്വേഷിച്ചു. ഒടുവിൽ കർണാടക മൈസൂർ റോഡിൽ നിന്നും 7 കിലോമീറ്ററോളം മാറി ഉൾഗ്രാമത്തിൽ ഒരു തോട്ടത്തിനുള്ളിലെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും സർക്കിൾ ഇൻസ്പെക്ടർ P വിഷ്ണു, ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ്, സുഭാഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന മറ്റൊരു സംഘവുമാണ് കാണാതായവർക്കായി അന്വേഷണം നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.